ഇപ്പൊ പുതിയ ചാനലിലൊന്നും അങ്ങനെ പ്രോഗ്രാം ഒന്നും കാണാറില്ല, ഇന്റർവ്യൂസിലൊന്നും അധികം കാണുന്നില്ല, എന്ത് പറ്റി? മാഡം, ഞാനിപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഒരു തീരുമാനം എടുത്തു, കഴിയുന്നതും ചാനൽ പ്രോഗ്രാമിൽ അധികം പോകണ്ട. കാരണം നമുക്കിപ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും, ഇപ്പോൾ ഓരോ മനുഷ്യരും ഓരോ ചാനൽ കൊണ്ടു നടക്കുന്ന പോലെയാണ്. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളതായ കുറച്ച് ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ, ഞാൻ പറയുന്നു, നിങ്ങളൊരു മൊബൈൽ വെച്ചിട്ട് എന്തെങ്കിലും ഒരു വിഷയത്തിൽ അഭിപ്രായം പറയുന്നതിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പറയുന്നു ഒരു 10 ലക്ഷം വ്യൂവേഴ്സ് അതിനെ വന്നു, അല്ല 20 ലക്ഷം ആൾ വന്നു, 1 ലക്ഷം വ്യൂവേഴ്സ് കാണുമ്പോൾ ഒരു 5000 രൂപയാണ് യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചു. അത്രയും വ്യൂവേഴ്സ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടും, 20 ലക്ഷം ആൾ കണ്ടാൽ. ഈ 1 ലക്ഷം രൂപ കിട്ടണമെങ്കിൽ സാധാരണ ഇത് ഇനി ചാനലിൻ്റെ എന്തുകൊണ്ട് ചാനൽ പോകുന്നില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ചാനലുകാർ വിളിക്കുന്നു, ഞാൻ ഈ കോഴിക്കോട് ഈ ഏരിയയിലുള്ള ഞാൻ തിരുവനന്തപുരം വരെ പോകുന്നു, ഒരു ദിവസം ഉറക്കം പോയി. പിന്നെ ഇവർക്ക് എന്നും കിട്ടിയ കുറച്ച് മ്യൂക്രിക്കാരായിരിക്കും, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പം മ്യൂക്രിക്കാർ, താങ്കൾ എന്തിന്, ഇനിയിപ്പോൾ ഞാൻ കോട്ടിട്ടിട്ട് ചെന്നാൽ ചോദിക്കും എന്തുകൊണ്ട് കോട്ടിട്ടോ, ഷർട്ട് ഇട്ടില്ല. ഇനി ഷർട്ട് ഇട്ട് ചെന്നാൽ ചോദിക്കും നിങ്ങൾ എന്നും കോട്ടലിടുന്നത് എന്തുകൊണ്ട് ഷർട്ട് ഇട്ടു, വരെ സ്ഥിരം ചോദ്യമാണ്. ഞാനിനി ഷൂ ആട്ടെങ്കിൽ ചോദിക്കും എന്തുകൊണ്ട് ഷൂ ഇട്ടു, ഇനി ചെരുപ്പാട്ടെങ്കിൽ ചോദിക്കും എന്തുകൊണ്ട് ചെരുപ്പ് ഇട്ടു. ഇവരെ ഇങ്ങനത്തെ എന്തുകൊണ്ട് സിനിമയിൽ 8 നായികമാർ എന്തുകൊണ്ട് 5 ലക്ഷം പടം എടുക്കുന്നു, എന്തുകൊണ്ട് പുതുമുഖർക്ക് അവസരം കൊടുക്കുന്നു വെച്ചിട്ടില്ല, ഇവരെ കുറേ ചവറ് ചോദ്യങ്ങൾ. ഇവർക്ക് റേറ്റിംഗ് ആവാം, അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടത് തന്തയ്ക്ക് വിളിയോ തള്ളയ്ക്ക് വിളിയോ. മിമിക്രിക്കാരോട് പറയും, മിമിക്രിക്കാരെ തന്തയ്ക്ക് വിളിച്ചോ എന്ന് പറയും, മിമിക്രിക്കാരോട് പറയും മാക്സിമം പ്രകോപിപ്പിച്ചോ, അയാൾക്ക് അങ്ങനെയൊന്നും ചൂടാവില്ല കേട്ടോ. പറഞ്ഞ് ടോപ്പിലെത്തുമ്പോൾ ഞങ്ങൾ ആദ്യത്തെ ഇയാൾ ക്ഷമയോടെ പറഞ്ഞൊക്കെ കട്ട് ചെയ്തിട്ട് അവസാനം ഇയാൾ തന്തയ്ക്ക് വിളിക്കുന്നത് മാത്രം ഇടാം, അപ്പം ഞങ്ങൾക്ക് റേറ്റിംഗ്. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് നമ്മൾ മാനസികമായി ഒന്ന് വിഷമിച്ച്, അല്ലെ ആ ചാനൽ നശിക്കണമേ എന്ന്, പൈസ തരുന്ന ചാനലാണെങ്കിൽ കൂടി, കാരണം അത്രയും ആ 1 മണിക്കൂർ നമ്മൾ അനുഭവിച്ചൊരു സ്ട്രെസ് ആലോചിക്കുമ്പോൾ, അപ്പോൾ മനസ്സുകൊണ്ട് ആ ചാനലിനെയും വിളിച്ചവനെയും ശപിച്ചുകൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലെത്തുന്നു. അപ്പോൾ 2 ദിവസത്തെ ഉറക്കവും കളഞ്ഞ്, അപ്പം ആളുകൾ അവർ തിരിച്ചിപ്പോൾ അവർക്ക് പറയാം നിങ്ങൾക്ക് 1 ലക്ഷം രൂപ ഞങ്ങൾ തന്നില്ലേ, ഞങ്ങൾക്ക് എന്ത് ചവറും ചോദിക്കാം, ഞങ്ങൾക്ക് റേറ്റിംഗ് ആണ് പ്രശ്നം. മലയാളികളുടെ നിലവാരം വെച്ചിട്ട് അവർക്ക് ചീത്തയും തെറിയാണ് വേണ്ടത്, അവർക്ക് നല്ല ഇൻ്റർവ്യൂ അല്ല വേണ്ടത് എന്നാണ് അവർ പറയാതെ പറയുന്ന കാര്യം. അപ്പോൾ ഈ പൈസയ്ക്ക് വേണ്ടി നമ്മൾ മാനസികമായി വിഷമിക്കുന്നു. അതിനുശേഷം ട്രെയിനിലോ ഇതിലൊക്കെ കാണുമ്പോൾ ആൾക്കാർ എന്നോട് ചോദിക്കും ഇതാണ് എൻ്റെ മെയിൻ പ്രശ്നം. എനിക്ക് പോകുന്നതിനല്ല, എനിക്ക് ചാനലുകാരെ കുറിച്ചും അറിയാം, അതിൻ്റെ വിളിക്കുന്നവനെ കുറിച്ചും അറിയാം, മുതലാളിയെക്കുറിച്ചും അറിയാം, വരുന്ന മിമിക്രിക്കാരെ കുറിച്ചും അറിയാം, ആങ്കറിനെ കുറിച്ചൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഈ നമ്മൾ ട്രെയിനിലോ ബസ്സിലോ പോകുമ്പോൾ സാധാരണക്കാർക്ക് ഇതിനെക്കുറിച്ച് അത്ര ഐഡിയ ഇല്ല. പലരും എന്നോട് പറയും എന്തിനാണ് സാർ ഇങ്ങനത്തെ ചവറിനെ പോകുന്നത്, എന്തിനാണ് സാർ മിമിക്രിക്കാരെ പരിപാടിക്ക് പോകുന്നത്. അപ്പം ഞാൻ പറയും മാഡം, ഞാൻ അറിയുന്നില്ല ഇത് മിമിക്രിക്കാരനാണ് മറ്റേ സൈഡിൽ ചോദിക്കാതിരിക്കുന്നതെന്ന്. ഇത് കേട്ട് ഇപ്പോൾ എന്തായി, ആദ്യം ഞാൻ ഫസ്റ്റ് നിലപാടെടുത്തു, മിമിക്രി പരിപാടികൾക്ക് പോകണ്ട. ഞാൻ കുറേ കാലമായി തീരുമാനം എടുത്ത കാര്യമാണ്. പക്ഷേ എങ്ങനെ പോയാലും ഏതെങ്കിലും മിമിക്രിക്കാരുണ്ടാവും, ഇതൊന്നും ഇവർക്ക് വിടുന്നില്ല. ഞാൻ മുമ്പ് ഒരു ചാനലിലെ ആളോട് ചോദിച്ചിരുന്നു, ചേട്ടാ എന്തുകൊണ്ടാണ് ഈ മിമിക്രിക്കാരെ വിളിക്കുന്നത്, നിങ്ങൾക്ക് നാട്ടിൽ ഇത്രയൊക്കെ ആൾക്കാരുണ്ടാവും, നിങ്ങൾ എന്തിനാണ് മിമിക്രിക്കാരെ വിളിക്കുന്നത്. അപ്പോൾ അതിന് എന്നോട് പറഞ്ഞ ഉത്തരമാണ്, ഇതിന് പകരം നമ്മളിപ്പോൾ കോളേജ് കുട്ടികളെ വിളിക്കുന്നത് സങ്കല്പിച്ചു. നമ്മൾ രാവിലെ വണ്ടി വിടണം, ഇവരെ തിരിച്ചവിടെ ആക്കണം, ഒരു സമയം കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു പോകണം, ഇങ്ങനെയൊക്കെ വരും. മറിച്ച് മിമിക്രിക്കാരാണെങ്കിൽ ഗുണം, അവൻ ഏതെങ്കിലും 2 വീലറിൻ്റെ പുറകെയൊക്കെ അവിടെ വന്നോളും, ഉച്ചഭക്ഷണം മാത്രം കൊടുത്താൽ മതി, എത്ര ലേറ്റായി എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെ ഇരുന്നോളും. ആകെ മിമിക്രിക്കാർ ഞങ്ങളോട് പറയുന്ന കാര്യം, കുറെ അനുഗ്രഹീത കലാകാരന്മാരായ മിമിക്രിക്കാർ ഇവിടെ ഉണ്ട് എന്നൊരു വാക്ക് നിങ്ങൾ പറയണം. അതേപോലെ അവർ സത്യൻ എന്ന നടനെ അനുകരിക്കുന്നു, പ്രേം നസീറിനെ അനുകരിക്കും, ജയനെ അനുകരിക്കുന്നു. ഈ അനുകരണം നിങ്ങൾ ഒരു തവണയെങ്കിലും TV കാണിക്കണം. എന്നോട് പറഞ്ഞു ഇതൊന്നും ഞങ്ങൾ ഇടാൻ പോകുന്നില്ല, അവൻ്റെ മുന്നിൽ ഈ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ഇതൊക്കെ എടുക്കുകയും ഇതൊന്നും അല്ല. ആ സമയത്ത് ക്യാമറ ഓൺ ആണോ എന്ന് ചോദിച്ചാലും എനിക്കറിയില്ല.